നമ്മൾ അഡീനിയം ചെടികളുടെ കോഡക്സൊക്കെ അതുപോലെ നല്ല സൈസായി വരാനായിട്ട് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ സീഡ് മുളപ്പിച്ച അതേ സമയത്ത് തന്നെ നമ്മൾ സീഡ്ലിങ്ങുകളെ നമ്മൾ കുറച്ച് ട്രെയിൻ ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമെന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് നമ്മുടെ തന്നെ വിത്തുകൾ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ള സീഡ്ലിങ്ങുകളാണിത്. ഇതിൽ ചിലതൊക്കെ നല്ല ഹൈറ്റിലേക്കായിട്ടുണ്ട്, ചിലത് നല്ല ഷോർട്ടായി നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇതിൽ ചിലതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ മുളകൾ നുള്ളിക്കളയും. അങ്ങനെ നുള്ളിക്കളഞ്ഞ് കഴിഞ്ഞാലത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കോഡക്സൊക്കെ ഉണ്ടല്ലോ, നമുക്കിത് എത്രത്തോളം കാണാണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കോഡക്സൊക്കെ നന്നായി സൈസാവും. ഇപ്പോൾ ഇങ്ങനെ നല്ല വെയിലുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഇങ്ങനെ മുളകൾ വരുന്നുണ്ടെങ്കിൽ ആ മുളകൾ മെല്ലെ ഒന്ന് പിൻ ചെയ്ത് കളയുക. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ മുള ആ ഒരു ഇല വരുന്ന ഭാഗം നമ്മൾ വെറുതെ നുള്ളിക്കളഞ്ഞു. ഇതിൻ്റെ ഒരെണ്ണോടി നുള്ളിക്കളയാണ്. ഇതിങ്ങനെ നുള്ളിക്കളഞ്ഞാൽ എന്താ കാര്യം വെച്ചാൽ ഇതിൻ്റെ കോഡക്സിൻ്റെ സൈസ് ഒന്നുകൂടി വലുതായി ഇങ്ങനെ വരും. അത് മാത്രമല്ല പെട്ടെന്ന് കുറേ ബ്രാഞ്ചുകൾ ഷൂട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നുള്ളിക്കളയും. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, 2 ദിവസം വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡക്സ് നന്നായി സൈസാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിന് ബ്രാഞ്ചുകൾ നന്നായിട്ട് ഷൂട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ നല്ലൊരു ബോൺസായി ലുക്കിലേക്കൊക്കെ നമുക്ക് ഈ അഡീനിയം തൈകളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.